നമസ്കാരം. അബദ്ധം ഇത്ര പെട്ടെന്ന് തന്നെ മലയാളികൾക്ക് ബോധ്യമാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. തെരഞ്ഞെടുപ്പ് ആശ്വാസമെന്ന് കരുതിയത് ഒരു വൻ വിപത്തായി മാറുകയാണ്. സേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വളരെ വ്യക്തമായി ഗവൺമെന്റുകളാണ് ഈ ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു തെളിവ് നമ്മുടെ ഗേറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അവരിറങ്ങി പോകുന്നതിന് മുമ്പ് ഗേറ്റ് തുറക്കും, എങ്ങനെയെങ്കിലും തുറക്കും. അവര് തന്നെ പറഞ്ഞ വാക്കാണല്ലോ. നിയമസഭയിൽ പറയുന്നു, പുറത്തു പറയുന്നു, പലപ്പോഴായിട്ട് തീയതികൾ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവരുടെ പത്രം പറഞ്ഞു, എന്നാലും ഗേറ്റ് തുറക്കുമെന്നാണ് നമ്മുടെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. വ്യാജമായ ഉദ്ഘാടനം വരെ നടത്തിയിട്ടാണ് അവർ പോയത്. അപ്പോഴാണ് ഒരു ഡേറ്റ് മെയ് 15 എന്നുള്ള, മെയ് പകുതി എന്നുള്ള ഒരു ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത്. അത് നടക്കില്ല എന്ന് തീർച്ചയായി. അതിന് പകരം ഇപ്പോൾ കിട്ടുന്നത് ന്യൂ ഗവൺമെന്റ് ഹാസ് ടു കം. അവർ റെഡിയാണ്, തുറക്കാൻ റെഡിയാണ്. പക്ഷേ ന്യൂ ഗവൺമെന്റ് ഹാസ് ടു കം. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഇല്ലല്ലോ. നാഥനില്ലാത്ത സംസ്ഥാനമായി കേരളം അധപ്പതിച്ചിരിക്കുന്നു. നൗ ഇറ്റ്സ് മൂവ്ഡ് ടു ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. ഇതിങ്ങനെ നീണ്ടു പോകും. ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിന് തുടങ്ങുമെന്ന് എന്താണ് ഉറപ്പ്? കാരണം അതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒരു നാട്ടിൽ ജനിച്ചുപോയ നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് വേറെ ആരും ചിന്തിക്കില്ല. നമ്മളെങ്കിലും ചിന്തിക്കണം. നമ്മൾ ചെയ്ത പാപം എന്താണ് ഇങ്ങനെ അനുഭവിക്കാൻ, ദുരിതങ്ങൾ അനുഭവിക്കാൻ? ഇത്തരത്തിലൊരു മറുപടിയാണ് ഈ ഗേറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന ഒരു വക്താവിൽ നിന്ന് സേലിംഗ് കമന്ററിക്ക് ലഭിച്ചത്. ന്യൂ ഗവൺമെന്റ് ഹാസ് ടു കം. നൗ ഇറ്റ്സ് മൂവ്ഡ് ടു ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. അതിനിടയ്ക്ക് ഗേറ്റ് കടന്ന് കണ്ടെയ്നർ പുറത്തിറങ്ങി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സാധ്യമാണ്. വെറും ജനങ്ങൾക്ക് ഒരു അധികാരം കൊടുത്താൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു അധികാരം കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. ഇപ്പൊ കണ്ടില്ലേ, കണ്ടെയ്നർ പുറത്തിറങ്ങി. എവിടെയാണ് ടെമ്പററി പാർക്കിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട്. എവിടെയാണ് ഇത് പാർക്ക് ചെയ്യേണ്ടത്? കസ്റ്റംസ് ഇൻസ്പെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. കസ്റ്റംസ് ഇൻസ്പെക്ഷൻ ഏരിയ, കണ്ടെയ്നർ ടെർമിനൽ, കണ്ടെയ്നറുകൾ സൂക്ഷിക്കേണ്ട സ്ഥലം, നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. എങ്ങനെയൊക്കെ പോയി പണ്ട് വഴി കണ്ടുപിടിക്കാമോ എന്ന് പറഞ്ഞതുപോലെയാണ് നാഷണൽ ഹൈവേ കണ്ടുപിടിക്കാമോ എന്നുള്ളതാണ്. ക്ലോവർ ലീഫിന്റെ 4 ലീഫ് ഉള്ളിടത്ത് ഇപ്പോൾ 1 ലീഫ് ഏകദേശം ആയതുപോലെയാണ് പടത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പോട്ടെ, കണ്ടെയ്നർ പുറത്തിറങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് ജനങ്ങൾ തന്നെ ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഗേറ്റ് ഒന്നും തുറക്കണ്ട. കണ്ടെയ്നർ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി ജനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പരിമിതികളൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലാഘവത്തോടെ ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. ഏകദേശം 1500 കപ്പലുകളാണ് ഹോർമൂസിനപ്പുറം കുടുങ്ങിക്കിടക്കുന്നത്. ദുബായ്, അബുദാബി, ആ എമിറേറ്റ്സുകൾ മുഴുവൻ, പിന്നെ കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, ഇത്രയും രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടുകയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് പോയ 3 കപ്പലുകളുണ്ട്. അതിൽ 2 കപ്പലുകൾ പോകണമോ പോകണ്ടയോ എന്ന് പറഞ്ഞ ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. ആദ്യമായിട്ട് ഇവിടെ നിന്ന് പോയത് ഖോർഫക്കാൻ, ഈ ഗൾഫ് മേഖലയെ കുറിച്ചാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പോയത് മേരി ലെസ്ലി പോയി 2 ആഴ്ചയായി. മേരി ലെസ്ലി പോയത് TRV ടു ഖോർഫക്കാൻ. പക്ഷെ അവിടെ പുതിയ പടം വരച്ച് ഇറാൻ അതിര് നിശ്ചയിച്ചപ്പോൾ ഖോർഫക്കാൻ അവരുടെ അതിരിനുള്ളിലായി കഴിഞ്ഞതുകൊണ്ട് മേരി ലെസ്ലി വഴി മാറ്റിവിട്ടു. പോയത് JNPTയിലോട്ടാണ്. ഇപ്പോൾ ഒടുവിൽ നോക്കുമ്പോൾ JNPT നിന്ന് മുണ്ട്രയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഖോർഫക്കാൻ എന്നുള്ള ബോർഡൊക്കെ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് ശ്രീനിക എന്ന് പറയുന്ന MSC ശ്രീനിക 5 ഖോർഫക്കാൻ ബോർഡ് വെച്ച് പോയതാണ്. പക്ഷേ പോകണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ 2 ദിവസമായിട്ട് ഗോവയുടെ പരിസരത്താണ് ശ്രീനികയെ കാണുന്നത്. ഇതിനിടയ്ക്ക് മൂന്നാമത് ഇവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ദിവസം ചെലവഴിച്ച MSC മോണിക്ക 3 സലാലയിലോട്ടാണ് പോകുന്നത്. ഒമാനിലെ സലാല. അപ്പൊ UAE പൂർണ്ണമായും
അപകടത്തിലാണ് എന്ന് ബോധ്യമാവുകയാണ്. ഖോർഫക്കാനുമില്ല, ഫുജേറയുമില്ല. ഫുജേറയിൽ ബോംബ് വീണ്ടും വീണിട്ട് അവിടുത്തെ പൈപ്പ് ലൈനൊക്കെ പൊട്ടി എണ്ണ കത്തുകയാണ്. മോണിക്ക 3 സലാലയിലോട്ട് പോകുമ്പോൾ സലാലയാണ് ഇന്നിപ്പോ അവരുടെ ഗൾഫിന്റെ ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഒമാനിലെ 3 പോർട്ടുകളാണ്. These ports have been enabling exports of food items from India to the Gulf in recent weeks, providing relief to both sides. രണ്ടു കൂട്ടർക്കും, ഇന്ത്യക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഒരു വലിയ ആശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഒമാനിലെ പോർട്ടുകളാണ്. ഈ പോർട്ട്സ് എന്നൊക്കെ പറയുന്നത് സലാല, സൊഹർ, ദുഃഖം പെട്രോളിയമാണ് കൂടുതൽ. സലാലയും സൊഹറുമാണ് കണ്ടെയ്നർ കാർഗോ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഒമാൻസ് പോർട്സ് along the Indian Ocean region are coming to the rescue of 6 GCC countries and Indian food exporters amid the Iran war. ഭക്ഷണ സാധനങ്ങൾ ഗൾഫിലോട്ട് എത്തിക്കുന്ന ഒരു വലിയ സേവനമാണിപ്പോൾ ഈ ഒമാനിലെ പോർട്ടുകൾ. ഒമാനിൽ നിന്ന് നേരിട്ട് UAE റോഡ് മാർഗമുണ്ട്, എല്ലാ മലയാളികൾക്കും അറിയാം. മിക്കവാറും കാർ ഓടിച്ചു വന്ന് ഒമാനിലെ എയർപോർട്ട് വഴിയൊക്കെ ഇങ്ങോട്ട് വരുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയിലോട്ടും പോകാൻ സാധിക്കും. പിന്നെ UAE വഴി, സൗദി വഴി മറ്റെല്ലാ രാജ്യങ്ങളിലോട്ടും, ഗൾഫിലെ എല്ലാ GCC കൺട്രീസിലോട്ടും പോകാൻ പറ്റും. ഇന്ത്യ ഈസ് among the top food suppliers to the GCC countries comprising Saudi Arabia, UAE, Oman, Qatar, Kuwait and Bahrain, which import nearly 85% of their food requirements. അവിടെ നിങ്ങോട്ട് പെട്രോളും ഗ്യാസും LNG ഒക്കെ വരുന്നതിന് പകരമായിട്ട് അവരുടെ 85% അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ്. Oman's Sohar port, among the world's fastest growing, is home to the country's first ever terminal dedicated to handling bulk agri products. കാർഷികോൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അവരുടെ ഏറ്റവും വലിയ തുറമുഖമായ ഒരു ടെർമിനലായിട്ടാണ് സൊഹർ പ്രവർത്തിക്കുന്നത്. Oman's port of Salalah is also being positioned for exports of agri and food products from India to the Gulf. Salalah hosts more than 2,500 vessels calls each year and is one of the fastest growing port operations worldwide. 2,500 എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം 601 കപ്പലുകളാണ് മുഴുവൻ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ കൈകാര്യം ചെയ്തതെങ്കിൽ ഇവിടെ 2,500, നമ്മുടെ 4 ഇരട്ടി വലിപ്പമാണ് സലാല എന്ന് പറയുന്ന പോർട്ട്. ഇപ്പൊ നമ്മൾ എത്രത്തോളം വളരണം എന്നുള്ളത് ഈ കണക്കിൽ നിന്ന് ഏകദേശം പിടികിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഗൾഫില് ഏക ആശ്രയമായി മാറിയിരിക്കുന്ന സലാലയുമായിട്ട് കൂടുതൽ സർവീസുകൾ നമ്മുടെ TRVയിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സലാല കഥ പറയുമ്പോൾ സലാലയുടെ മുമ്പിൽ കൂടെ തന്നെ പോകുന്ന ഒന്നല്ല 4 കപ്പലുകളുടെ കഥ പറയാനാണ് ശ്രീനാഥിന്റെ കണ്ടെയ്നർ ട്രക്കത്തോൺ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഏകദേശം 37 ദിവസം എടുത്തു. ഇവിടുന്ന് 7 ദിവസം കൊണ്ടാണ് ജിബൂട്ടിക്ക് പോകുന്നത്. ഇപ്പൊ വന്നു GFS ജുനോ, ഇങ്ങോട്ട് വന്നത് 7 ദിവസം, ജിബൂട്ടി TRV 7 ദിവസം, TRV ജിബൂട്ടി 7.5 ദിവസം. അത് ഈ കപ്പലിന്റെ വേഗത, മറ്റ് ഘടകങ്ങളൊക്കെ പരിഗണിച്ച് അങ്ങനെ വ്യത്യാസം വരാറുണ്ട്. അപ്പൊ 7 ദിവസം അല്ലെങ്കിൽ 7.5 ദിവസം കൊണ്ട് വരേണ്ട ഒരു റൂട്ടിൽ ഇവിടെ നിന്ന് ഒരു കണ്ടെയ്നർ, ഇവിടെ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്കാണ് ശ്രീനാഥ് എടുത്തത്. കണ്ടെയ്നർ പോകുന്നത് കൊച്ചി, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടായിരിക്കും മുണ്ട്ര, കൊച്ചിയിൽ നിന്ന് മുണ്ട്രയിൽ നിന്ന് ജിബൂട്ടി, ജിബൂട്ടിയിൽ നിന്ന് ജദ്ദയിൽ നിന്ന് പോർട്ട് സുഡാൻ. 37 ദിവസം. ഇവിടെ നിന്നാണെങ്കിൽ 7 ദിവസം കൊണ്ട് ജിബൂട്ടി, അവിടെ നിന്ന് ഒരു ട്രാൻസ്ഷിപ്മെന്റ് അല്ലെങ്കിൽ 2 ട്രാൻസ്ഷിപ്മെന്റ് എന്ന് വെച്ചോളൂ, 10 ദിവസമോ 12 ദിവസമോ പോട്ടെ 15 ദിവസം. ഇവിടെ 37 ദിവസമാണ്. ഇതാണ് വ്യത്യാസം. ചിലർ ചോദിക്കാറുണ്ട് TRVയിലോട്ടൊക്കെ നേരിട്ട് വരുമോ? ഇത് നേരിട്ട് പോർട്ട് സുഡാനിലോട്ട് പോകും. TRVയിൽ നിന്ന് നേരിട്ട് പോർട്ട് സുഡാനിലോട്ട് പോകുന്ന സർവീസും ഉണ്ടാകും. തൽക്കാലമില്ല. എന്താണ് കാരണം? ഗേറ്റ് തുറന്നിട്ടില്ല. ഗേറ്റ് തുറന്നാൽ ഈ പറയുന്ന ഇന്ന് കൊച്ചിയിൽ നിന്ന് പോകുന്നതും ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതും ചെന്നൈയിൽ നിന്ന് പോകുന്നതും ഒക്കെ കണ്ടെയ്നറുകൾ നേരിട്ട് വരികയും TRV ജദ്ദ, TRV സുഡാൻ
നേരിട്ടുള്ള സർവീസ് ഉണ്ടാകും. ഇവിടെ വേറൊരു കാര്യം കൂടി ട്രാക്ക് ചെയ്യുമ്പോൾ പിടികിട്ടുന്നത്, ജിബൂട്ടി പോയാൽ അവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് ചിലപ്പോൾ ജിബൂട്ടിയിൽ നിന്ന് കണ്ടെയ്നർ ആഫ്രിക്ക ചുറ്റി മെഡിറ്ററേനിയൻ സൂയസ് കടന്ന് സുഡാനിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു ചിത്രം ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 37 എന്നുള്ളത് 67 ദിവസം എടുക്കും. ഇവിടെ എന്തായാലും 7 ദിവസം കൊണ്ടുള്ള പരിഹാരം ഇവിടെ നിലവിലുള്ളപ്പോൾ ഇനിയിപ്പോൾ ഗേറ്റ് തുറക്കണ്ടെന്ന് നമ്മൾ പറയുന്ന കാര്യം, ഗേറ്റ് തുറന്ന് കണ്ടെയ്നർ പുറത്തിറങ്ങി കഴിഞ്ഞു. ജനങ്ങൾ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു.